മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കോളജി അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് പൊതുവേ കണ്ടുവരുന്നത് റിസ്ക് കുറഞ്ഞ ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളിലേക്കാണ് അവർ ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഒരു ഇത് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണ്. എസ്പെഷ്യലി ഇത് കൂടുതൽ കണ്ടുവരുന്നത് ഒരു പ്രവാസി സമൂഹം അല്ലെങ്കിൽ ഒരു NRI കമ്മ്യൂണിറ്റിയുടെ ഇതിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിസിപ്ലിൻ സൈക്കോളജി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ നമ്മൾ ഒരു അസറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അസറ്റ് അപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഒരു മൾട്ടി അസറ്റ് എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു ഏരിയയിലേക്ക് മാത്രം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിസ്ക് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നത് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എന്ന് വെച്ചാൽ ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു റിട്ടേൺ അതിൽ നിന്ന് ജനറേറ്റ് ആവില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ഈ തുക പോരാതെ വരും. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു നമുക്കിത് ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടന്നോളണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതും കുറച്ച് ഗ്രോത്ത് കൂടുതൽ കിട്ടാൻ ഓപ്ഷൻസ് ഉള്ളതും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ഇതിൽ ഫോക്കസ് ചെയ്യാതെ മൾട്ടി ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മളെടുത്തിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോർപ്പസ് ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പോർഷൻ ലിക്വിഡേറ്റ് ചെയ്യാനും സാധിക്കും.